Welcome to Coventry City Tour. അപ്പോൾ ഞങ്ങൾ എന്നുള്ളത് കോവൻട്രി സിറ്റിയിലാണ്. അപ്പോൾ കോവൻട്രിയെ പറ്റി ആദ്യം പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ പോലെ നമ്മുടെ UK-യുടെ സാംസ്കാരിക തലസ്ഥാനമാണ് കോവൻട്രി. കോവൻട്രിയിലെ മെയിൻ അട്രാക്ഷൻസ് ആണ് കോവൻട്രി കത്തീഡ്രൽ, പിന്നെ സെൻറ്റ് മേരീസ് ഗിൽ ഹാൾ, കോവൻട്രി ട്രാൻസ്പോർട്ട് മ്യൂസിയം, പിന്നെ ദ ഹാർബർട്ട് ആർട്ട് ഗാലറി. ഞങ്ങളിപ്പോൾ ഉള്ളത് കോവൻട്രി കത്തീഡ്രലിൻ്റെ മുന്നിലാണ്. ഇതാണ് കോവൻട്രി ബോയ് സ്റ്റാച്യു. സൺഡേ ആയതുകൊണ്ട് കത്തീഡ്രലിൻ്റെ മുന്നിലുള്ള സ്ക്വയറിൽ കുറച്ച് പേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. ഈ കത്തീഡ്രലിനോട് ചേർന്നാണ് കോവൻട്രി യൂണിവേഴ്സിറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ബിൽഡിങ്സും സ്റ്റുഡൻറ്റ് യൂണിവേഴ്സിറ്റി ഹബ്ബും അതുപോലെ ലൈബ്രറിയും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, സ്റ്റുഡൻസിൻ്റെ റഷ് ആയിരിക്കും. കത്തീഡ്രലിൻ്റെ ഈ പുറത്തെ ചുവരിൽ കാണുന്ന ഈ ഒരു ബ്രോൺസിലെ സ്കൾച്ചറിലെ അതിന് പറയുന്നത് സെൻറ്റ് മൈക്കിൾസ് വിക്ടറി ഓവർ ദ ഡെവിൾ എന്നാണ്. 18 and 90 സെഞ്ചുറീസ് തന്നെ UK-യിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ സിറ്റിയായി മാറി കോവൻട്രി. ഇവിടെ ആ സമയത്ത് യുദ്ധസാമഗ്രികളും വിമാനത്തിന്റെ ഭാഗങ്ങളും യന്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ നിർമ്മിച്ചിരുന്നു. ഇൻഡസ്ട്രിയൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ജർമ്മൻസ് കോവൻട്രി അറ്റാക്ക് ചെയ്തിരുന്നു. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 500-ലധികം ജർമ്മൻ ഫ്ലൈറ്റർ ജെറ്റ്സ് 30,000-ഓളം ബോംബുകൾ ഈ ഒരു കോവൻട്രി സിറ്റിയുടെ മുകളിൽ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കോവൻട്രിയിലെ ഏതാണ്ട് ഒരു 5,000-ഓളം വീടുകൾ നശിച്ചു പോയിട്ടുണ്ട്. 600-ഓളം പേര് മരിക്കുകയും 1,000-ലധികം പേർക്ക് പരിക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ബോംബിങ്ങിൽ ഈ കത്തീഡ്രൽ ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു. സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മൻസിന്റെ ബോംബിങ്ങിൽ നശിച്ചുപോയ പഴയ കത്തീഡ്രലിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കോവൻട്രി ബ്ലിറ്റ്സ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ശേഷം 1962 നമ്മുടെ ഈ ഓൾഡ് കത്തീഡ്രലിന്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് പുതിയൊരു കത്തീഡ്രൽ നിർമ്മിച്ചു. സെക്കൻഡ് വേൾഡ് വാറിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ തകർന്ന കത്തീഡ്രൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 500 ഫൈറ്റർ ജെറ്റുകൾ 30,000 ബോംബുകൾ ഒരു രാത്രി മുഴുവൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടും തകരാതെ നിൽക്കുന്ന ഈ കത്തീഡ്രൽ ടവറിൽ ഇന്ന് വിസിറ്റേഴ്സിന് ഇതിന്റെ മുകളിൽ, അതായത് 300 അടി മുകളിൽ പോയി 360 ഡിഗ്രിയിൽ കോവൻട്രി സിറ്റി മുഴുവൻ കാണാനുള്ള സൗകര്യമുണ്ട്. 1982 നടന്ന ഇംഗ്ലണ്ട് അർജന്റീന ഫോക്ലൻഡ് വാറിൽ മരണപ്പെട്ട HMS കോവൻട്രി എന്ന് പറഞ്ഞ ഷിപ്പിലെ ക്രൂവിന്റെ റിമെമ്പറൻസ് ആണ്. ഗോത്തിക് സ്റ്റൈലുള്ള കെട്ടിടങ്ങളും ഓൾഡ് റോമൻ സ്റ്റൈലിലുള്ള നടപ്പാതകളും ഒക്കെ നമ്മുടെ കോവൻട്രിയിലെ പ്രധാന അട്രാക്ഷൻ പോയിന്റ്സ് ആണ്. യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും തകർന്ന് പിന്നീട് റീബിൽഡ് ചെയ്ത സിറ്റി ആയതുകൊണ്ട് ബ്രിട്ടനിലെ തന്നെ ആദ്യത്തെ പ്ലാൻഡ് സിറ്റികളിലൊന്നാണ് കോവൻട്രി. അതുകൊണ്ട് തന്നെ ഒരേ സമയം പഴമയും പുതുമയും തമ്മിലുള്ള ഒരു ബ്ലെൻഡ് നിങ്ങൾക്ക് കോവൻട്രി സിറ്റി കാണാം. ഈ സ്റ്റാച്യൂവിൽ കാണുന്നതാണ് ലേഡി ഗോഡിവ. ലേഡി ഗോഡിവയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി പറയാം. 11-ാം നൂറ്റാണ്ടിൽ ലേഡി ഗോദിവയുടെ ഹസ്ബൻഡായിരുന്നു കോവൻട്രി ഭരിച്ചിരുന്ന രാജാവ്. ആ സമയത്ത് അവിടെയുള്ള ജനങ്ങളുടെ മേലിൽ ഈ രാജാവ് വലിയ അളവിൽ നികുതി ചുമത്തിയിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി നികുതി കുറയ്ക്കുന്നതിൻ്റെ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഈ ലേഡി ഗോഡിവ പൂർണ്ണ നഗ്നയായിട്ട് ഒരു കുതിരപ്പുറത്ത് കോവൻട്രി സിറ്റിയിലൂടെ സഞ്ചരിച്ചതായിട്ടൊരു കഥയുണ്ട്. അങ്ങനെ കുറേ നടന്ന് ടയേർഡായപ്പോൾ ഞങ്ങളൊരു ബബിൾ ടീ കുടിക്കാൻ വേണ്ടി കോമൺ ഫേവറേറ്റ് ആയിട്ടുള്ള T4 ഷോപ്പിൽ കയറി. ഇവിടെ പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ നമുക്ക് ബബിൾ ടീ കിട്ടും. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. മിൽക്ക് ടീയും കിട്ടും, പിന്നെ പ്ലെയിൻ ഫ്രൂട്ടായിട്ടുള്ള ടീയും കിട്ടും, പിന്നെ അതിൽ ടോപ്പിങ്സ് നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. പേൾസ് ആഡ് ചെയ്യണമെങ്കിൽ പേൾസ് ആഡ് ചെയ്യാം, അല്ലാതെ പല ഫ്ലേവേഴ്സിലുള്ള ജെല്ലീസ് ആഡ് ചെയ്യാം. ഒരു വൈഡ് വെറൈറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷൻ ഫ്രൂട്ട് ടീയിൽ പേൾസ് ആഡ് ചെയ്താണ് വാങ്ങിയത്. ഈ കാണുന്ന വാട്ടർ ഫൗണ്ടൈനിലുണ്ടല്ലോ, എപ്പോഴും ആളുകൾ ചെറിയ ചെറിയ കോയിൻസ് കൊണ്ടുവന്നിടും. അതായത് പൗണ്ടിന് താഴെയുള്ള പെൻസുകളൊക്കെ ആയിരിക്കും ഇടുക. മുൻപൊക്കെ പലതവണ നോക്കുമ്പോഴും ഒരുപാട് കോയിൻസ് അതിലുള്ളിൽ കാണാറുണ്ട്. ഈ തവണ അത്ര അധികം കാണാനില്ല. എന്നാൽ കൂടിയും അത് മൊത്തത്തിൽ കളക്ട് ചെയ്താൽ ഒരു തെറ്റില്ലാത്ത എമൗണ്ട് കാണും. ഈ കാണുന്നതാണ് കോവൻട്രി സിറ്റി കൗൺസിലിന്റെ ബിൽഡിംഗ്. അപ്പോൾ കോവൻട്രി സിറ്റി കൗൺസിലിന്റെ ബിൽഡിങ്ങിൽ ശ്രദ്ധ കൊടുക്കുക, ബാക്കിയുള്ള കാഴ്ചകളിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത്.
ഇപ്പോൾ സമയം 7 മണിയായി. പക്ഷെ നിങ്ങളൊന്ന് നോക്കിയേ എത്ര വെളിച്ചം അവിടെയെന്ന്. കാരണം ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആണ്. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ ഒരു 9 മണി എടുക്കാനാവും. അതുകൊണ്ട് ഒത്തിരി ഡേ ടൈം നമുക്ക് കിട്ടും. ഈ കാണുന്നതാണ് 1832 നിർമ്മിച്ച ക്രൈസ്റ്റ് ചർച്ച് സ്പയർ. കത്തീഡ്രലിന്റെ പോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിലെ ബോംബിങ്ങിനെ അതിജീവിച്ച ഒരു ബിൽഡിംഗ് ആണിത്. നിലവിൽ ഈ ചർച്ചിന്റെ ബേസ്മെന്റിൽ ഒരു ബാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ പാർക്കിൽ ഞങ്ങൾ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കളിച്ച് അതിനുശേഷം പിന്നെ തിരിച്ചു പോകാനുള്ള ഒരുക്കം തുടങ്ങി. ഞങ്ങൾ ഒരുപാട് ദൂരെയാണ് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ദൂരം ഇനി തിരിച്ചു നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.